നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ പലപ്പോഴും യുദ്ധങ്ങൾ അവസാനിക്കുന്നത് വെടിനിർത്തലുകളിലൂടെയല്ല, മറിച്ച് പുതിയ ശക്തി സമവാക്യങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചർച്ചകളിൽ ഒന്നാണ് ഹോർമൂസ് എന്ന അതീവ പ്രാധാന്യമുള്ള കടലിടുകിൽ ടോൾ ബൂത്ത് സമാനമായ നിയന്ത്രണ സംവിധാനം കൊണ്ടുവരാനുള്ള നീക്കം. ലോകത്തിലെ എണ്ണ ഗതാഗതത്തിന്റെ വലിയൊരു വിഹിതം കടന്നു പോകുന്ന ഈ സമുദ്രപാതയിൽ നിയന്ത്രണം നേടുന്നത് സൈനിക വിജയത്തെക്കാൾ വലിയ തന്ത്രപരമായ നേട്ടമായി ഇപ്പോൾ കണക്കാക്കപ്പെടുന്നു. ഇറാൻ യുദ്ധത്തിന്റെ പര്യവസാനം ഹോർമൂസിലെ ടോൾ ബൂത്തിന്റെ പിറവിയോടെ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ അതിന്റെ നിയന്ത്രണം സംബന്ധിച്ചുള്ള തർക്കങ്ങളും അവകാശവാദങ്ങളും വെടിനിർത്തലിന് പിന്നാലെ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞു. 2 ആഴ്ചത്തെ വെടിനിർത്തൽ ധാരണ പ്രകാരം ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന എല്ലാ കപ്പലുകൾക്കും $2 മില്യൺ ഫീസ് നൽകേണ്ടി വരുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് പറഞ്ഞു. ഇറാനിയൻ സായുധ സേന ഏകോപിപ്പിക്കുന്ന നിയന്ത്രിത ഗതാഗത സംവിധാനമായിരിക്കും ഇവിടെ വരികയെന്നും റിപ്പോർട്ടിലുണ്ട്. ടോൾ ഔദ്യോഗികമാക്കാനുള്ള കരട് ബിൽ ചൊവ്വാഴ്ച ഇറാൻ പാർലമെന്റ് അംഗീകരിച്ചിരുന്നു. ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം യുഎസിന്റെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളെ തുടർന്ന് തകർന്ന രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനായി ഉപയോഗിക്കുമെന്നാണ് വിവരം. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത സ്തംഭനം നിയന്ത്രിക്കാൻ യുഎസ് സഹായിക്കുമെന്ന പ്രഖ്യാപനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നെന്നും വലിയ തോതിൽ പണം സമ്പാദിക്കുമെന്നും വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള ട്രംപിന്റെ പുതിയ പ്രസ്താവനയിൽ പറയുന്നു. ഇറാന് പുനർനിർമ്മാണ പ്രക്രിയ ആരംഭിക്കാം. എല്ലാം നന്നായി നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ അവിടെ ചുറ്റിക്കറങ്ങും. അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. അമേരിക്കയിൽ നമ്മൾ അനുഭവിക്കുന്നത് പോലെ ഇത് മിഡിൽ ഈസ്റ്റിന്റെ സുവർണ കാലഘട്ടമായേക്കാമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്ക് അമേരിക്ക ഇറാൻ സംയുക്ത നിയന്ത്രണത്തിൽ വരുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായാണ് പുതിയ പ്രസ്താവന. എന്നാൽ ഹോർമൂസിൽ യുഎസിന്റെ നിയന്ത്രണത്തിന് ഇറാൻ അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഇത് വെറും സാമ്പത്തിക നടപടി മാത്രമല്ല, മറിച്ച് ആഗോള വ്യാപാരത്തിന്റെ നാഡിയിലേക്കുള്ള പിടിമുറുക്കമാണ്. ഈ നീക്കം നടപ്പായാൽ അതിന്റെ ആഘാതം പശ്ചിമേഷ്യയെ മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയെ മുഴുവനായും താൽക്കാലികമായെങ്കിലും ബാധിക്കാനിടയുണ്ട്. ഹോർമൂസിന്റെ നിയന്ത്രണം ആരുടെ കൈകളിൽ എന്ന ചോദ്യമാണ് ഇനി ഉയരുന്നത്. ഇറാൻ തന്റെ സ്ഥാനവും സൈനിക ശക്തിയും ചൂണ്ടിക്കാട്ടി അവകാശവാദം ശക്തമാക്കുമ്പോൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളും പാശ്ചാത്യ ശക്തികളും അതിനെ എളുപ്പത്തിൽ സമ്മതിക്കാൻ ഇടയില്ല. ഇതോടെ വെടിനിർത്തലിന് ശേഷവും സംഘർഷം ഒരു പുതിയ രൂപത്തിൽ തുടരാൻ സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഭാവിയിലെ ഏറ്റവും വലിയ ആശങ്ക ആഗോള ഊർജ്ജ സുരക്ഷയാണ്. എണ്ണവിലയിൽ കുത്തനെ വർധനവ്, വ്യാപാര വഴികളിലെ അനിശ്ചിതത്വം, നാവിക സൈനിക സാന്നിധ്യത്തിന്റെ വർധന, ഇവയെല്ലാം ഒരുമിച്ച് ലോക രാഷ്ട്രീയത്തിൽ പുതിയ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ ഇത്തരത്തിലുള്ള ഫീസ് സംവിധാനം മറ്റു ചില കടൽപാതകളിലും മാതൃകയാക്കുമോ എന്ന ഭീതിയും ഉയരുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇനി ഒരു ജലപാത മാത്രമല്ല, അത് ആഗോള ശക്തികളുടെ മത്സരവേദിയാവുകയാണ്. യുദ്ധം താൽക്കാലികമായി അവസാനിച്ചാലും അതിന്റെ പ്രതിഫലനം പുതിയ സാമ്പത്തിക രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നത് വ്യക്തമാണ്. ഈ ടോൾ ബൂത്ത് രാഷ്ട്രീയം ഭാവിയിൽ ലോകം നേരിടേണ്ടി വരുന്ന വലിയ വെല്ലുവിളികളുടെ തുടക്കമാകാനും ഇടയുണ്ട്.